വാട്സ്ആപ്പ് ഗീസ് ബോക്സ് മേഡ് നാസിമാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷന്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഒരുപാട് വന്ന കമന്റ്സ് ആണ്. ഇൻസ്റ്റാഗ്രാമിലെ മോണിറ്റൈസേഷൻ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇൻഎലിജിബിൾ റീജിയൻ ഓർ കൺട്രി എന്ന് കാണിക്കുന്നു. ഇത് എങ്ങനെ മാറ്റാം? ഇത് വന്നുകൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയവും നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇൻഎലിജിബിൾ കൺട്രി വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ മോണിറ്റൈസേഷനെ ഇത് ബാധിക്കുമോ, അതേപോലെ തന്നെ ഇത് എങ്ങനെ മാറ്റാം? ഈ ചോദ്യങ്ങൾക്ക് എല്ലാമുള്ള ആൻസർ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അതേ വൈപ്പിക്കണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഇൻഎലിജിബിൾ കൺട്രി ഓർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് ചില കൺട്രീസിൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ്. അത് ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ പ്രകാരം നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇൻഎലിജിബിൾ റീജിയൻ ഓർ കൺട്രി എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല. ഇൻഎലിജിബിൾ കൺട്രി അല്ലെങ്കിൽ റീജിയൻ എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ മോണിറ്റൈസേഷൻ എനേബിൾ അല്ല എന്നാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ടെൻഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടത്തില്ലയോ എന്നുള്ള ഒരു ഓപ്ഷൻ എല്ലാവർക്കും മുന്നിലേക്കും വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം തന്നെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇൻഎലിജിബിൾ കൺട്രി ആണോ മോണിറ്റൈസേഷൻ സെക്ഷനിൽ കാണിക്കുന്നതെന്ന് എങ്ങനെ നോക്കാമെന്ന് നമുക്ക് സ്ക്രീനിലൂടെ നോക്കാം. ഈ ഒരു ഇഷ്യൂ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ താഴെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റർ ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഗ്രീൻ ടിക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആണെന്നാണ് ഈ ഒരു ഗ്രീൻ ടിക്കിന്റെ അടയാളത്തിൽ കാണിക്കുന്നത്. അതിന് തൊട്ട് താഴെ കണ്ടന്റ് വയലേഷൻ എന്നുള്ള സ്ഥലത്ത് ഒരു ബ്ലൂ ടിക്കിൽ 1 എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻ എലിജിബിൾ കൺട്രി ഓർ റീജിയൻ എന്നാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോണിറ്റൈസേഷൻ ഈ ഒരു കൺട്രിയിൽ അവൈലബിൾ അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ഇൻസ്റ്റാഗ്രാമിൽ എനേബിൾ ആയി കിട്ടത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഒന്ന് ബാക്ക് പോവുക. അതിനുശേഷം ഇവിടെ താഴെ ഒരു ബ്ലൂ കളറിൽ റിക്വസ്റ്റ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. റിക്വസ്റ്റ് റിവ്യൂ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടായിരിക്കും. 40 to 90 ഡേയ്സിനുള്ളിൽ ഇത് റെഡി ആവുമെന്ന് ഇവിടെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടെ 90 ഡേയ്സ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ബാക്ക് വന്നാലും ഇൻ എലിജിബിൾ കൺട്രി ഓർ റീജിയൻ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അത് 90 ദിവസത്തിനുള്ളിൽ മാറത്തുള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും ആ ഒരു ബ്ലൂ കളറിൽ ഒരു ഡോട്ട് കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ ഇവിടെ എല്ലാം ഗ്രീൻ ടിക്കാണ്. ഇവിടെ റെഡ് കളറാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ഗ്രീൻ ആണെങ്കിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു ബഗ്ഗാണ്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വയലേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്താണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിലൊരു ഇൻഎലിജിബിൾ റീജിയൻ ഓർ കൺട്രി എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ ഒരു റിക്വസ്റ്റ് റിവ്യൂ ചെയ്താൽ മതി. അത് ഉടനെ തന്നെ മാറിക്കോളും. ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബഗ് മാത്രമാണ് ഇൻഎലിജിബിൾ കൺട്രി ഓർ റീജിയൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു മോണിറ്റൈസേഷൻ പദ്ധതി ഇൻസ്റ്റാഗ്രാം തന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ ടിക്ക് മൊത്തത്തിൽ റെഡ് കളറിലേക്ക് ഇൻഡു മാർക്കായിട്ട് കിടക്കും. ഇപ്പോൾ നമുക്കത് വന്നിട്ടില്ല. മോണിറ്റൈസേഷൻ എനേബിൾ ആണ്. പക്ഷേ ഒരു ബഗിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഓർ വയലേഷൻ ഇവിടെ ഇൻഎലിജിബിൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ കൺട്രി ഇൻഎലിജിബിൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നെക്സ്റ്റ് ഒരു അപ്ഡേഷനോട് കൂടി തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം ഈ ഒരു ബഗ് മാറ്റി തരുന്നതായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. ഇൻഎലിജിബിൾ കൺട്രി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒരിക്കലും നിങ്ങളെ അത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഉടൻ തന്നെ അത് മാറുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇൻഎലിജിബിൾ കൺട്രി ഓർ റീജിയൻ എന്നുള്ള ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.